ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ഞാൻ ഏകദേശം 25-26 വർഷത്തോളമായിട്ട് ഷുഗർ ഉള്ള ആളായിരുന്നു. ഞാൻ ഇൻസുലിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഞാൻ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് വെള്ളവും കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഏകദേശം 9 ദിവസം കൊണ്ട്, അതായത് 247 ഫാസ്റ്റിങ്ങിൽ 247 ഷുഗർ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ESIയിൽ, എനിക്ക് കമ്പനി ESI ഉണ്ട്. അപ്പോൾ ESIയുടെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഏകദേശം 9 ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് ഷുഗർ ഏകദേശം 137 വന്നു. സന്തോഷമുള്ളത് അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. അതുപോലെ തന്നെ എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ ഈ വെള്ളം കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര കളർ വ്യത്യാസം, ബ്ലഡ് ചെറുതായിട്ട് ഇങ്ങനെ മൂത്രത്തിൽ കൂടെ പോകുന്നതായിട്ട് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു. അപ്പം ഞാൻ ആദ്യമേ 1-2 ദിവസത്തേക്ക് ആരോടും പറഞ്ഞില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പേടിയായി. കാരണം കളർ കൂടിക്കൂടി വന്നത് എന്താ സംഭവം എന്നറിയത്. എനിക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ ഞാൻ നേരെ എന്താണെങ്കിലും ലാബിൽ കൊണ്ടുപോയി മൂത്രമൊക്കെല്ലാം എടുത്ത് പരിശോധിക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ അവിടെ ഞാൻ ചോദിച്ചു, മേഡം ഇതെന്താണ് ഇതിങ്ങനെ വരാൻ കാരണം, ഡോക്ടറെ കാണാൻ എന്തെങ്കിലും പണി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഇൻഫെക്ഷൻ്റെ പ്രശ്നം കൊണ്ട് എന്താണേലും ഈ മൂത്രത്തിൽ കൂടെ ബ്ലഡ് വരത്തില്ല, പിന്നെ യൂറിൻ്റെ ഇത്, പിന്നെ മൂത്രത്തിൽ കല്ലിൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കല്ലിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ്, ഞാൻ ഉച്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഈ ഇരിക്കുന്ന സമയത്ത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്ത സമയത്ത് എൻ്റെ ഈ മൂത്രത്തിൽ കല്ല് തള്ളിപ്പോവാണ്. കാരണം ബ്ലഡും ഈ കല്ലും എല്ലാം കൂടെ മൂത്രം ഒഴിച്ച സമയത്ത് അതിശക്തമായിട്ട് പുറത്തോട്ട് തള്ളിപ്പോയി. ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. കാരണം നമ്മുടെ ഈ ഒരു സംഭവം, നമ്മൾ ഈ കുടിക്കുന്ന വെള്ളം, ഇത് പേര് നിസ്സാരക്കാരനതല്ലെന്നുള്ളൊരു സത്യം എനിക്കന്ന് മനസ്സിലായി. എൻ്റെ സ്വന്തം അനുഭവം. ഞാൻ എൻ്റെ ഈ അനുഭവം തന്നെ ഞാൻ അനേകരോട് പറഞ്ഞു. ഇന്ന് ഞാൻ രാവിലെ 100 ബീഡി കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ പഴയ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരു വർഷം കൂട്ടുകാരെ കൊണ്ടാട്ടുകുന്നതിൽ അപ്പത്തിക്കാരെന്ന് പറഞ്ഞാൽ റബ്ബർ കടയൊക്കെ നടത്തുന്ന ഒരാളാണ്, ബിസിനസ്സുകാരനാണ്. ആളുടെ വണ്ടിയായിരുന്നു ഞാൻ പണ്ട് ഓടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിന്ന് രാവിലെ